ദേണ്ടേ കോരിക്കുത്തി വിളമ്പി വിടുന്ന മൊഞ്ചുള്ള കല്യാണ ബിരിയാണി. ഇത്ര ഒരാൾക്ക് കൊടുക്കുന്നതാണോ? അതെ, വയറ് നിറയെ കഴിക്കാൻ അധികം ഉണ്ടാവും. ബിരിയാണിക്ക് വില 100 രൂപയും. മുന്നോട്ട് പോകണമെങ്കിലും സാനിയുടെ കുടയും കൊണ്ട് ഞാൻ എവിടെയും പോകും. ഒരുപാട് സന്തോഷം. ഹായ്, നമസ്കാരം. മിക്കവാറും എനിക്ക് ബിരിയാണി സനി എന്ന് പേര് വരും കേട്ടോ, കാരണം കണ്ടിന്യൂസ് ഇങ്ങനെ ബിരിയാണി റൗണ്ട് ചെയ്ത് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കല്യാണ ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലവും കൂടി പരിചയപ്പെടുത്താം. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പം ഇത് കാർത്തിപ്പള്ളി കഴിഞ്ഞ് പുളിക്കീട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. 2 ചേച്ചിമാരും ഒരു ചേട്ടനും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല അടിപൊളി ബിരിയാണി. അപ്പം 2 സ്ത്രീകളുടെ നടുവിൽ ഒരു പുരുഷൻ. എന്തോ പരിപാടി? ബിരിയാണി കച്ചവടം. ബിരിയാണി മലപ്പുറം സ്റ്റൈൽ ബിരിയാണിയാണെന്ന് പറഞ്ഞല്ലോ, ശരിയാണല്ലോ? പൊരിച്ച കോഴി പൊരിച്ച ബിരിയാണിയാണ്. കോഴി പൊരിച്ചാണോ കൊടുക്കുന്നത്? പൊരിച്ച് ദം ചെയ്യുക. ചേച്ചി ഊണിന്റെ പരിപാടിയൊക്കെ ചെയ്തതാണ്. നമ്മുടെ വീഡിയോയിലൂടെ ഉള്ളവർക്ക് പരിചിതമാണ് ചേച്ചിയെ. 2 വലിയ പീസ അല്ലേ? ആ, എന്തുമാത്രം റൈസ് ഉണ്ടാവും? റൈസ് ഒരു 2 പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടാവും. ആരാ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എത്ര പേരും കൂടെ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ 3 പേരും കൂടെ. നിങ്ങൾ 3 പേരും കൂടെ ചെയ്ത് ഷെഫ് ഇതാണ്. മെയിൻ ഷെഫ് ഇതാണല്ലേ? ആ, മലപ്പുറത്തെ സ്റ്റൈൽ ബിരിയാണിയാണ്. ഇത് എത്ര രൂപ ഈ ബിരിയാണിക്ക്? 100 രൂപയാണ് ഈ ബിരിയാണിക്ക്, ഒറ്റ ബിരിയാണിക്ക്. ബിരിയാണി കണ്ടിട്ട് നല്ല ചന്തമില്ലേ? നമ്മുടെ ഊണിന്റെ പരിപാടിയൊക്കെ നിർത്തിയോ? എന്ത് പറ്റി? ഊണിന്റെ പരിപാടി, എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. കാല് കുത്തി നിന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. സഹായത്തിന് ആരും ഇല്ലാത്തത് കൊണ്ട് അത് ഞാൻ നിർത്തേണ്ടി വന്നു. പിന്നെ കുറേ നാൾ, ഒരു 3 മാസത്തോളം എനിക്ക് കച്ചവടം ഇല്ലാത്ത കാരണം പിന്നീട് വന്നപ്പോഴത്തേന് എനിക്ക് നഷ്ടത്തിലോട്ടാണ് പോയത്. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. നമ്മുടെ ചേച്ചിയെ പരിചയമുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ കാർത്തിപ്പള്ളിയിൽ SBIയുടെ ഫ്രണ്ടിൽ ചേച്ചി ഊണുപൊതി വിൽക്കുമായിരുന്നു. അടിപൊളി ഊണുപൊതി ആയിരുന്നു. മുട്ട പൊരിച്ചതും ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ എന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട്, ചേച്ചിയുടെ ബുദ്ധിമുട്ട് അറിഞ്ഞതുകൊണ്ട് ഇവരും കൂടെ വരാൻ തയ്യാറായി. അങ്ങനെ ഇവരുമായിട്ട് ചേർന്നൊരു ബിരിയാണി പരിപാടി അങ്ങ് തുടങ്ങി. അവര് മലപ്പുറത്തെ സ്റ്റൈൽ ബിരിയാണി വെക്കുന്നത് അല്ലേ? അതെ. ഒരാൾക്ക് വയറ് നിറച്ച് ബിരിയാണി നിറയെ കഴിക്കാൻ അധികം ഉണ്ടാവും. ഉറപ്പാണ്. നമ്മുടെ ബിരിയാണിക്ക് എത്ര രൂപയാ? 100 രൂപയുള്ളൂ. 100 രൂപയാണ്. 100 രൂപയ്ക്ക് വയറ് നിറച്ച് നല്ല അടിപൊളി കല്യാണ ബിരിയാണി കൊടുക്കും. ഓക്കെ, 11-11:30 ആകുമ്പോ ഇവിടെ വരും. ചേച്ചി കറക്റ്റ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഒന്ന് പറഞ്ഞോ? കറക്റ്റ് ഞാൻ ഭാരത് പെട്രോളിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഭാരത് പെട്രോളിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ബോർഡ് കാണാം, ദം ബിരിയാണി 100 രൂപ. നോക്കിയാൽ മതി. അതുപോലെ ഓർഡർ അനുസരിച്ച് ബിരിയാണി ചെയ്ത് കൊടുക്കേ. അപ്പം 3 പേരുടെ ഒരു കുഞ്ഞു സംരംഭമാണ്. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്നവർ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ് ഈ ഒരു പുളിക്കീട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ലൊക്കേഷൻ ഒന്നും കൂടി പറയാം. കാർത്തിപ്പള്ളിയിൽ നിന്ന് തൃക്കുന്നപ്പടിക്ക് പോകുമ്പം പുളിക്കീട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഭാരത് പെട്രോൾ പമ്പിന്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ജൻ ഔഷധി ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കൊടയുടെ താഴെ ചേച്ചിമാരെ കാണാം. വാങ്ങിച്ച് സഹായിക്കുക കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ ലൊക്കാലിറ്റിയിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സഹായിക്കണേ. എടുത്തോ, ബിരിയാണി എടുത്തോ. അപ്പോൾ 2 ചേച്ചിമാരുടെ കച്ചവടമാണേ. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കച്ചവടം ഉഷാറാവും. നമ്മൾ പോകുന്ന ബിരിയാണി സംരംഭങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ചിലർക്കൊക്കെ ക്യൂ നിന്നിട്ടും ബിരിയാണി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതുപോലെ ഇവിടെയും ക്യൂ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കിടിലം ബിരിയാണിയാണ്. വലിയ അരിയുടെ, ചെറിയ അരിയാണോ വലിയ അരിയാണോ? വലിയ അരിയുടെ ബിരിയാണിയാണ് കേട്ടോ. ആ, അപ്പം 2 ബിരിയാണിക്ക് 200 രൂപ അല്ലേ? ചേച്ചി പറയുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഒരു കുട കൊടുത്തായിരുന്നു. ആ കാര്യമാണ് പറയുന്നത്. ആ, സന്തോഷം. എന്തായാലും സന്തോഷം. മുന്നോട്ട് പോകണമെങ്കിലും സാനിയുടെ കുടയും കൊണ്ട് ഞാൻ എവിടെയും പോകും. ഒരുപാട് സന്തോഷം. നമ്മുടെ ചേച്ചിയുടെ ഊണൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ച് സഹായിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം.